നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് മധ്യകാല ഇന്ത്യ ചരിത്രത്തിലെ പ്രധാന പോയിന്റുകളും അതുപോലെ ഡൽഹി സുൽത്താനേറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളും അതുപോലെ പ്രധാന പോയിന്റുകളുമാണ്. അപ്പോൾ അറബികളുടെ ആദ്യ ഇന്ത്യൻ ആക്രമണം വരുന്നത് AD 712 അറബികളുടെ ആദ്യ ഇന്ത്യൻ ആക്രമണം വരുന്നത് AD 712 അറബികളുടെ ആദ്യ ഇന്ത്യൻ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് ബിൻ കാസിമാണ്. ഇന്ത്യയെ ആക്രമിക്കാൻ കാസിമിനെ അയച്ച ഇറാഖിലെ ഗവർണറാണ് അൽ ഹജാജ് ബിൻ യൂസഫ്. മുഹമ്മദ് ബിൻ കാസിമിനാൽ വധിക്കപ്പെട്ട പഞ്ചാബിലെ സിന്ധ് ഭരണാധികാരിയാണ് ദാഹിർ. കാസിം ദാഹിറിനെ വധിച്ചത് സിദ്ധിൽ വെച്ചാണ്. രജപുത്രരും അറബികളും തമ്മിൽ രാജസ്ഥാൻ യുദ്ധം നടന്ന വർഷം 738 AD ആണ്. AD 1001 ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയാണ് മുഹമ്മദ് ഗസ്നി. അപ്പോൾ AD 1001 ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയാണ് മുഹമ്മദ് ഗസ്നി. വിഗ്രഹഭഞ്ജകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗസ്നിയാണ്. മുഹമ്മദ് ഗസ്നി കൗനൗജ് ആക്രമിച്ചത് 1018 17 തവണ ഇന്ത്യയെ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയാണ് മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നിയുടെ യഥാർത്ഥ പേര് അബ്ദുൾ ഖാസിം മുഹമ്മദ് ഗസ്നി എന്നാണ്. ഗസ്നിയുടെ ആക്രമണങ്ങളെ നേരിട്ട ഇന്ത്യൻ ഭരണാധികാരിയാണ് ജയപാലൻ. മുഹമ്മദ് ഗസ്നി ജയപാല രാജാവിനെ പരാജയപ്പെടുത്തിയ യുദ്ധം വൈഹിന്ദ് യുദ്ധമാണ്. ഗസ്നി പരാജയപ്പെടുത്തിയ ജയപാല രാജാവ് അംഗമായിരുന്ന രാജവംശം ഷാഹി വംശമാണ്. ഗസ്നിയുടെ കാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തനായ എഴുത്തുകാരൻ ഫിർദൗസിയാണ്. ഫിർദൗസിയുടെ പ്രശസ്തമായ കൃതി ഷനാമയാണ്. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്ന കവി ഫിർദൗസിയാണ്. ഗസ്നിയുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന പണ്ഡിതൻ അൽ ബറൂണിയാണ്. അൽ ബറൂണിയുടെ പ്രശസ്തമായ കൃതി താരിഖ് ഉൽ ഹിന്ദ് ആണ്. കാശ്മീർ കീഴടക്കിയ മുഹമ്മദ് ഗസ്നിയുടെ മകൻ മസൂദാണ്. അപ്പോൾ കാശ്മീർ കീഴടക്കിയ മുഹമ്മദ് ഗസ്നിയുടെ മകൻ മസൂദാണ്. പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ യുദ്ധം ഒന്നാം തറൈൻ യുദ്ധമാണ്. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ യുദ്ധം ഒന്നാം തറൈൻ യുദ്ധമാണ് 1191. മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് രണ്ടാം തറൈൻ യുദ്ധം. അപ്പോൾ ഒന്നാം തറൈൻ യുദ്ധം 1191, രണ്ടാം തറൈൻ യുദ്ധം 1192. മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. AD 1175 ഇന്ത്യയെ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയാണ് മുഹമ്മദ് ഗോറി. മുയിസുദ്ദീൻ മുഹമ്മദ് ബിൻസ എന്ന പേരിൽ അറിയപ്പെടുന്നത് മുഹമ്മദ് ഗോറിയാണ്. ഇന്ത്യൻ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ഗോറിയാണ്. അപ്പോൾ ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ ഭരണാധികാരിയാണ് മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ആദ്യം പിടിച്ചടക്കിയ സ്ഥലം മുൾട്ടാൻ, പാകിസ്ഥാനിൽ ഇപ്പോൾ ഉള്ള മുൾട്ടാനാണ്. അപ്പോൾ മുഹമ്മദ് ഗോറി ഗുജറാത്ത് ആക്രമിച്ച വർഷം 1178 മുതൽ 79 ഗോറി ഇന്ത്യയെ കീഴടക്കാൻ തിരഞ്ഞെടുത്ത പാത ഖൈബർ പാതയാണ്. മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തിയ ഡൽഹിയിലെ ഭരണാധികാരി പൃഥ്വിരാജ് ചൗഹാനാണ്. AD 1194 ചാന്ദ്വാർ യുദ്ധത്തിൽ ഗോറി പരാജയപ്പെടുത്തിയത് കനൗജിലെ ജയചന്ദ്രനെയാണ്. തറൈൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഡൽഹി ഭരിച്ചിരുന്ന അവസാന ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. റായ് പിതോറ എന്നറിയപ്പെടുന്ന രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി ചന്ദ് ബർദായിയാണ്. ചന്ദ് ബർദായിയുടെ പ്രശസ്തമായ കൃതി പൃഥ്വിരാജ് റാസോയാണ്. പൃഥ്വിരാജ് വിജയ് എഴുതിയത് ജയാങ് ആണ്. മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ ചരിത്ര പണ്ഡിതന്മാർ റാസി ഉറൂസിയാണ്. യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ രജപുത്ര സ്ത്രീകൾ കൂട്ടമായി തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന രീതിയാണ് ജൗഹാർ. ഇനി വരുന്നത് ഡൽഹി സുൽത്താനേറ്റ് ആണ്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുർക്കിയുടെ ആക്രമണത്തിന് ശേഷം 1206 മുതൽ 1526 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച 5 രാജവംശങ്ങളെയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1206 മുതൽ 1526 വരെ ഡൽഹി ഭരിച്ചവരാണ് ഡൽഹി സുൽത്താനേറ്റുകൾ.
അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിലെ രാജവംശങ്ങൾ അടിമവംശം, ഗിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. അപ്പോൾ ആദ്യം വരുന്നത് അടിമവംശമാണ്, സ്ലേവ് ഡൈനാസ്റ്റി. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമവംശം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമവംശം. അടിമവംശം സ്ഥാപിച്ചത് AD 1206 ഇൽബാരി രാജവംശം, യാമിനി രാജവംശം, മാംലുക് രാജവംശം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രാജവംശം അടിമവംശമാണ്. മാംലുക്, യാമിനി, ഇൽബാരി. അടിമവംശത്തിന്റെ സ്ഥാപകൻ കുത്തബുദ്ദീൻ ഐബക്ക് ആണ്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരി കുത്തബുദ്ദീൻ ഐബക്ക് ആണ്. കുത്തബുദ്ദീൻ ഐബക്കിന്റെ തലസ്ഥാനം ലാഹോർ ആണ്. ഡൽഹിയിലെ കൂവത്തുൽ ഇസ്ലാം പള്ളി പണി കഴിപ്പിച്ച ഡൽഹി ഭരണാധികാരിയാണ് കുത്തബുദ്ദീൻ ഐബക്ക്. ഇന്ത്യയിലെ ആദ്യ ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിത കൂവത്തുൽ ഇസ്ലാം പള്ളിയാണ്. കൂവത്തുൽ ഇസ്ലാം പള്ളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിത രീതിയിലുള്ള പള്ളി. അജ്മീറിലെ അദായി ദിൻകോ ജോൻപ്ര നിർമ്മിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്. ലാഗ് ബക്ഷ എന്ന അറിയപ്പെട്ടിരുന്ന അടിമവംശ ഭരണാധികാരിയാണ് കുത്തബുദ്ദീൻ ഐബക്ക്. കുത്തബുദ്ദീൻ ഐബക്കിന്റെ ഭരണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് താജ് ഉൽ മാസിർ. താജുൽ മാസിർ രചിച്ചത് ഹസൻ നിസാമിയാണ്. കുത്തബുദ്ദീൻ ഐബക്കിന്റെ സദസ്സിലെ പ്രസിദ്ധനായ ചരിത്രകാരൻ ഹസൻ നിസാമിയാണ്. കുത്തബുദ്ദീൻ ഐബക്കിന്റെ തുടർന്ന് അധികാരത്തിൽ വന്നത് ആരാം ഷയാണ്. ആരാം ഷയെ വധിച്ച് അധികാരം പിടിച്ചെടുത്ത അടിമവംശ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് ആരാം ഷയെ പരാജയപ്പെടുത്തിയ സ്ഥലം ബാഗ് ഇ ജുദ് മൈതാനമാണ്. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇൽത്തുമിഷ് എവിടുത്തെ ഗവർണറായിരുന്നു? ബദായും. നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് താനെന്ന് രേഖപ്പെടുത്തിയ സുൽത്താനാണ് ഇൽത്തുമിഷ്. കുത്തബ് മീനാറിന്റെ പണി ആരംഭിച്ച ഭരണാധികാരി കുത്തബുദ്ദീൻ ഐബക്കാണ്. കുത്തബ് മീനാറിന്റെ പണി പൂർത്തിയാക്കിയ സുൽത്താൻ ഇൽത്തുമിഷാണ്. അപ്പോൾ കുത്തബ് മീനാറിന്റെ പണി ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കും കുത്തബ് മീനാറിന്റെ പണി പൂർത്തിയാക്കിയ സുൽത്താൻ ഇൽത്തുമിഷുമാണ്. കുത്തബ് മീനാറിന്റെ പണി കഴിപ്പിച്ചത് ആരുടെ ഓർമ്മയ്ക്കായാണ്? സൂഫി സന്യാസി ഖ്വാജ കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കയുടെ ഓർമ്മയ്ക്കാണ് കുത്തബ് മീനാർ പണി കഴിപ്പിച്ചത്. കുത്തബ് മീനാറിന്റെ ഉയരം വരുന്നത് 237.8 അടിയാണ്. ലാഹോറിൽ നിന്ന് തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ അടിമവംശ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയ ഭരണാധികാരി ഇൽത്തുമിഷാണ്. ബാഗ്ദാദ് ഖലീഫ ഇൽത്തുമിഷിന് നൽകിയ ബഹുമതിയാണ് സുൽത്താൻ ഇ അസാം. നികുതി സമ്പ്രദായമായ ഇക്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ഇൽത്തുമിഷാണ്. ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേരിൽ ഭരണം നടത്തിയ സുൽത്താനാണ് ഇൽത്തുമിഷ്. അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സുൽത്താൻ ഇൽത്തുമിഷാണ്. അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ. ഭഗവത് ദാസയുടെ സഹായി എന്നറിയപ്പെടുന്ന സുൽത്താൻ ഇൽത്തുമിഷാണ്. ഇൽത്തുമിഷ് പുറത്തിറക്കിയ നാണയങ്ങളാണ് തങ്ക, വെള്ളി നാണയം, ജിറ്റാൾ, ചെമ്പ് നാണയം. ഭരണത്തെ സഹായിക്കാൻ ചാലിസ രൂപം നൽകിയ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് കുത്തബ് കോംപ്ലക്സിലാണ്. ഇൽത്തുമിഷിന്റെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരിയാണ് ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ച വർഷം 1221. ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ പേര് തെമുജീൻ എന്നാണ്. ഇൽത്തുമിഷിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വനിതാ ഭരണാധികാരിയാണ് സുൽത്താന റസിയ. സുൽത്താന റസിയെ വിവാഹം കഴിച്ച മുസ്ലിം പ്രഭുവാണ് മാലിക് അൽതുനിയ. ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി റസിയ സുൽത്താനയാണ്. അടിമവംശത്തിന്റെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് അറിവ് നൽകുന്ന ഗ്രന്ഥം തബാക്കത്ത് ഇ നസീറിയാണ്. തബാക്കത്ത് ഇ നസീറി എഴുതിയത് മിൻഹാജ് അസ് സിറാജ് ആണ്. രണ്ടാം അടിമവംശ സ്ഥാപകനായി അറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബനാണ്.
ഡൽഹി സിംഹാസനത്തിലെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ബാൽബനാണ്. അപ്പൊ ഡൽഹി സിംഹാസനത്തിലെ ഉരുക്ക് മനുഷ്യനാണ് ബാൽബൻ. ഉല്ലുഗാൻ എന്നറിയപ്പെടുന്ന അടിമവംശ ഭരണാധികാരിയാണ് ബാൽബൻ. ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരി ബാൽബനാണ്. രാജാധികാരൻ ദൈവദത്തമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരിയാണ് ബാൽബൻ. അപ്പൊ രാജാധികാരൻ ദൈവദത്തമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരിയാണ് ബാൽബൻ. കൊട്ടാരത്തിൽ തമാശയും ചിരിയും നിരോധിച്ചിരുന്ന അടിമവംശ ഭരണാധികാരി ബാൽബനാണ്. സിജ്ദ, പൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയത് ബാൽബനാണ്. സിജ്ദ, പൈബോസ്. നവ്റോസ് എന്ന പേർഷ്യൻ പുതുവത്സര ആഘോഷം ആരംഭിച്ചത് ബാൽബനാണ്. വംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരി. അപ്പൊ വംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരി ബാൽബനാണ്. നിണവും ഇരുമ്പും എന്ന നയം സ്വീകരിച്ച അടിമവംശ സുൽത്താനാണ് ബാൽബൻ. ചാലിസ് നിരോധിച്ച അടിമവംശ ഭരണാധികാരിയാണ് ബാൽബൻ. ബാൽബന്റെ കൊട്ടാരം അറിയപ്പെട്ടത് ചുവന്ന കൊട്ടാരം എന്നാണ്. ബാൽബൻ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മെഹ്റൗളി, ന്യൂഡൽഹിയാണ്. ഗിയാസുദ്ദീൻ ബാൽബന്റെ കാലത്ത് ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്ന ദൈത്ത സിദ്ധാന്ത വാക്താവാണ് മാദ്യാചാര്യ. അടിമവംശത്തിലെ അവസാനത്തെ സുൽത്താനാണ് കൈക്കോബാദ്. സുൽത്താൻ ഭരണകാലഘട്ടത്തിലെ ഔദ്യോഗിക ഭാഷ പേർഷ്യനായിരുന്നു. നളന്ദ സർവകലാശാല നശിപ്പിച്ച മുസ്ലിം സൈന്യാധിപൻ ബക്തിയാർ ഖിൽജിയാണ്. പോളോ കളിക്കിടെ കുതിരപ്പുറത്തു നിന്ന് വീണ് മരിച്ച ഡൽഹി സുൽത്താൻ കുത്തബ്ദീൻ ഐബക്കാണ്. പവലിയൻ തകർന്നു വീണ് മരിച്ച തുഗ്ലക് ഭരണാധികാരി. അപ്പൊ പവലിയൻ തകർന്നു വീണ് മരിച്ച തുഗ്ലക് ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്. വെടിമരുന്ന് ശാലയിൽ തീപിടുത്തത്തിൽ മരിച്ച സൂർ ഭരണാധികാരി ഷേർഷയാണ്. ഗ്രന്ഥശാലയുടെ കോണിപ്പടിയിൽ നിന്ന് വീണ് മരിച്ച മുഗൾ ഭരണാധികാരി ഹുമയൂൺ ആണ്. അടുത്തത് വരുന്നത് ഗിൽജി വംശമാണ്. 1290 മുതൽ 1320 വരെ ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച രാജവംശം ഗിൽജി രാജവംശമാണ്. ഗിൽജി രാജവംശ സ്ഥാപകൻ ജലാലുദ്ദീൻ ഖിൽജിയാണ്. ഗിൽജി രാജവംശത്തിന്റെ തലസ്ഥാനം ഡൽഹിയാണ്. ജലാലുദ്ദീൻ ഖിൽജിയുടെ ആദ്യകാല പേര് മാലിക് ഫിറോസ് എന്നാണ്. ജലാലുദ്ദീൻ ഖിൽജി വംശം സ്ഥാപിച്ചത് ആരെ പരാജയപ്പെടുത്തിയാണ്? കൈക്കോബാദ്. ജലാലുദ്ദീൻ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിച്ച സന്യാസി സിദ്ദി മൗലയാണ്. ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ച അദ്ദേഹത്തിന്റെ മരുമകൻ അലാവുദ്ദീൻ ഖിൽജിയാണ്. ഖിൽജി വംശത്തിലെ പ്രമുഖ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ പേര് അലി ഗർഷർപ്പ്. രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണവും തപാൽ സമ്പ്രദായവും നടപ്പിലാക്കിയ ഭരണാധികാരി. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണവും തപാൽ സമ്പ്രദായവും നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. കമ്പോള നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അലാവുദ്ദീൻ നിയമിച്ച ഉദ്യോഗസ്ഥന്മാരാണ് ഷഹാന ഇ മണ്ഡി, ദിവാനി റിയാസത്ത്. അലാവുദ്ദീൻ സ്ഥാപിച്ച കച്ചവട കേന്ദ്രം അറിയപ്പെടുന്നത് സെറായ് ഇ ആദിൽ എന്നാണ്. 1000 തൂണുകളുടെ കൊട്ടാരം പണി കഴിപ്പിച്ച ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ്. കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന ദാഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ജാഗീദാരി സമ്പ്രദായം നിർത്തലാക്കിയ ആദ്യ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ്. ജാഗീദാരി സമ്പ്രദായം. സിറി പട്ടണം, സിറി കോട്ട, അലൈ ദർവാസ എന്നിവ പണി കഴിപ്പിച്ച ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം ഭരണാധികാരിയും ഹിന്ദു രാജകുമാരിയും തമ്മിലുള്ള ചരിത്രത്തിലെ ആദ്യ വിവാഹം അലാവുദ്ദീൻ ഖിൽജിയും ഗുജറാത്തിലെ രാജാവിന്റെ വിധവയായ കമലാദേവിയും തമ്മിൽ. അലാവുദ്ദീൻ ഖിൽജി ഗുജറാത്ത് ആക്രമണത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്ത തുറമുഖമാണ് കാംബെ. ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയ മുസ്ലിം ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ച ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ സർവ്വ സൈന്യാധിപൻ മാലിക് കഫൂർ.
മാലിക് കഫൂർ ആക്രമിച്ച് കീഴടക്കിയ ആദ്യ തെക്കേ ഇന്ത്യൻ പ്രദേശം ദേവഗിരിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവി അമീർ ഖുസ്രു ആണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവി അമീർ ഖുസ്രു ആണ്. അമീർ ഖുസ്രുവിൻ്റെ യഥാർത്ഥ പേര് അബുൾ ഹസൻ എന്നാണ്. ഉറുദു ഭാഷയുടെ പിതാവാണ് അമീർ ഖുസ്രു. ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രു ആണ്. അമീർ ഖുസ്രുവിൻ്റെ പ്രധാന കൃതികൾ ലൈല മജ്നു, അയൻ ഇ സിക്കന്ദാരി, തുഗ്ലക് നാമ. സിത്താർ, തബല എന്നിവ കണ്ടുപിടിച്ചത് അമീർ ഖുസ്രു ആണ്. സൂഫി ഭക്തിഗാനമായ ഖവ്വാലിയുടെ പിതാവ് അമീർ ഖുസ്രു ആണ്. അലാവുദ്ദീൻ ഖിൽജിയെ വധിച്ച അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനാണ് മാലിക് കഫൂർ. ക്യാമ്പ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന ഭാഷ ഉറുദുവാണ്. മുബാരക് ഷായെ വധിച്ചത് ഖുസു ഖാനാണ്. ഖിൽജി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി മാലിക് കഫൂർ ആണ്. അപ്പോൾ വരുന്നത് അടിമ വംശം സ്ഥാപിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്. ഖിൽജി വംശം സ്ഥാപിച്ചത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. തുഗ്ലക് വംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. സയ്യിദ് വംശം സ്ഥാപിച്ചത് കിസാർ ഖാനാണ്. ലോധി വംശം സ്ഥാപിച്ചത് ബഹുലാൽ ലോധിയാണ്. അടുത്തത് വരുന്നത് തുഗ്ലക് രാജവംശമാണ്. തുഗ്ലക് വംശസ്ഥാപകൻ ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. തുഗ്ലക് വംശം സ്ഥാപിച്ചത് 1320-ലാണ്. ആരെ വധിച്ചാണ് ഗിയാസുദ്ദീൻ തുഗ്ലക് വംശം സ്ഥാപിച്ചത്? ഖുസ്രു ഖാൻ. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ച രാജവംശം തുഗ്ലക് രാജവംശമാണ്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ പേര് ഗാസി മാലിക്. ഗിയാസുദ്ദീൻ തുഗ്ലക് പണി കഴിപ്പിച്ച നഗരം തുഗ്ലക്കാബാദ് ആണ്. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും അവസാനിപ്പിച്ച തുഗ്ലക് ഭരണാധികാരി ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. കാകകീയ രാജാക്കന്മാരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട തുഗ്ലക് ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്. ഗിയാസുദ്ദീൻ തുഗ്ലക് സുൽത്താൻപൂർ എന്ന് പേര് മാറ്റിയ സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് വാറംഗൽ ആണ്. കാകകീയ രാജാക്കന്മാരുമായുള്ള യുദ്ധത്തിൽ തുഗ്ലക് സേനയെ നയിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ശരിയായ പേര് ജുനാ ഖാൻ. തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്കും തിരിച്ച് ദേവഗിരിയിൽ നിന്ന് ഡൽഹിയിലേക്കും മാറ്റിയ ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. കൃഷി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ച തുഗ്ലക് ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ഇബൻ ബത്തൂത്തയാണ്. വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ലെയ്ൻ പൂളാണ്. നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് എഡ്വാർഡ് താനാസ് ആണ്. പ്രധാന വകുപ്പുകളും സ്ഥാപകരുമാണ് ദിവാനി ആർസ് ബാൽബനാണ്. അപ്പൊ സൈനിക വകുപ്പാണ് ദിവാനി ആർസ്. ദിവാനി കോഹി മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. കൃഷി വകുപ്പ്. സൈനിക വകുപ്പ് ബാൽബൻ, കൃഷി വകുപ്പ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ദിവാനി ബന്ദ്ഗൺ ഫിറോസ് ഷാ തുഗ്ലക് ആണ്. അടിമക്ഷേമ വകുപ്പ്. മുഹമ്മദ് ബിൻ തുഗ്ലക് പണി കഴിപ്പിച്ച നഗരമാണ് ജഹൻപന. പാഗൽ പാദിഷ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം ചെമ്പ് നാണയങ്ങൾ പ്രചരിപ്പിച്ച ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ടോക്കൺ കറൻസി സമ്പ്രദായം. ഇബൻ ബത്തൂത്തയെ ചൈനയിലെ അംബാസഡറായി നിയമിച്ച ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബൻ ബത്തൂത്ത എഴുതിയ പുസ്തകം സഫർനാമ. സുൽത്താൻ ഭരണകാലത്തെ പ്രധാന നികുതികളാണ് ഗാരജ് ഭൂനികുതി, സക്കാത്ത് മതപരമായ നികുതി. എല്ലാ മുസ്ലിങ്ങളും തങ്ങളുടെ സമ്പത്തിന്റെ 25% സക്കാത്തായി നൽകുന്നു. ജസിയ അമുസ്ലിമുകളുടെ മേൽ ചുമർത്തിയിരുന്ന തീർത്ഥാടന നികുതിയാണ് ജസിയ. ഗംസ് യുദ്ധത്തിന് ശേഷം കൈവശപ്പെടുത്തുന്ന കൊള്ള മുതലിന്റെ 1/5 നികുതിയായി സർക്കാരിന് നൽകണം. ഇതാണ് ഗംസ്. ഇന്ത്യയിൽ ആദ്യമായി ജലസേചന പദ്ധതികൾ തുടങ്ങിയ ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക് ആണ്. യമുന കനാൽ പണി കഴിപ്പിച്ച ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഇന്ത്യയിൽ കനാൽ വഴിയുള്ള ഗതാഗതം ആരംഭിച്ച ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക് ആണ്. കുത്തബ് മീനാറിന്റെ 4ാം നില പുനർനിർമ്മിച്ച ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക് ആണ്.
ഹിന്ദുക്കളുടെ മേൽ ജസിയ ഏർപ്പെടുത്തിയ ആദ്യത്തെ ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഫിറോസാബാദ്, ഫിറോസ് ഷാ, കോഡ്ല എന്നീ പട്ടണങ്ങൾ പണി കഴിപ്പിച്ച ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഫത്തുഹത്ത് ഇ ഫിറോസ് ഷാഹി എന്ന കൃതി രചിച്ചത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ദരിദ്രനായ മുസ്ലിം പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിനായി ഫിറോസ് ഷാ തുഗ്ലക്ക് ആരംഭിച്ച വകുപ്പാണ് ദിവാൻ ഇ ഗയാറാത്ത്. മംഗോൾ നേതാവായ തിമൂർ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഭരിച്ചിരുന്ന തുഗ്ലക് ഭരണാധികാരി നസറുദ്ദീൻ മുഹമ്മദ് ആണ്. തിമൂർ ഇന്ത്യ ആക്രമിച്ച വർഷം 1398. തുഗ്ലക് വംശത്തിലെ അവസാന ഭരണാധികാരി മുഹമ്മദ് ബിൻ ടു ആണ്. പ്രതിഫലം നൽകാതെ നിർബന്ധമായി ജോലി ചെയ്യിക്കുന്ന സമ്പ്രദായം ഇന്ത്യയിൽ പഴയ കാലത്ത് നിലവിൽ നിന്നിരുന്നു. അതിൻ്റെ പേര് വിഷ്ടി. അടുത്ത് വരുന്നത് സയ്യിദ് വംശമാണ്. 1414 മുതൽ 1451 വരെ. തിമൂർ ഇന്ത്യയിൽ നിയമിച്ച ഗവർണറാണ് കിസാൻ ഖാൻ. താരിഖ് ഇ മുബാരക് ഷാഹി എന്ന കൃതിയുടെ കർത്താവ് യാഹിയ സർഹിന്ദാണ്. സയ്യിദ് വംശത്തിലെ അവസാന ഭരണാധികാരി അലാവുദ്ദീൻ ആലാം ഷയാണ്. അടുത്തത് വരുന്നത് ലോധി വംശമാണ്. ലോധി വംശ സ്ഥാപകൻ ബഹലൂൽ ലോധിയാണ്. ബഹലൂൽ ലോധി ആരെ പരാജയപ്പെടുത്തിയാണ് ലോധി വംശം സ്ഥാപിച്ചത്? ഷാ അലാം ടു. ഇന്ത്യ ഭരിച്ച ആദ്യ അഫ്ഗാൻ വംശമാണ് ലോധി വംശം. തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് മാറ്റിയ ഭരണാധികാരി സിക്കന്ദർ ലോധിയാണ്. ലോധി വംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി സിക്കന്ദർ ലോധി. ആഗ്ര പട്ടണത്തിന്റെ ശില്പിയാണ് സിക്കന്ദർ ലോധി. ഗുൽറുഗി എന്ന തൂലിക നാമത്തിൽ പേർഷ്യൻ കൃതികൾ എഴുതുന്ന ഭരണാധികാരി സിക്കന്ദർ ലോധിയാണ്. ലോധി വംശത്തിലെ അവസാനത്തെ സുൽത്താൻ ഇബ്രാഹിം ലോധിയാണ്. ഡൽഹി സുൽത്താനേറ്റിലെ അവസാന രാജവംശം ലോധി വംശമാണ്. ഡൽഹി സുൽത്താനേറ്റിലെ അവസാന രാജവംശമാണ് ലോധി വംശം. ബാബറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച ലോധി രാജാവ് ദൗലത് ഖാൻ ലോധി. ഇബ്രാഹിം ലോധിയെ 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തി. അടുത്തത് വരുന്നത് ബാഹുമിനി സാമ്രാജ്യമാണ്. 1347 മുതൽ 1527 വരെ. ബാഹുമിനി സാമ്രാജ്യ സ്ഥാപകൻ വരുന്നത് അലാവുദ്ദീൻ ബഹാൻഷയാണ്. ഡെക്കാണിൽ വിഘടിച്ചു നിന്ന പ്രഭുക്കന്മാരെ അടിച്ചമർത്തിയ ഭരണാധികാരി അലാവുദ്ദീൻ ബഹ്മാൻ ഷായാണ്. ബാഹ്മിനി സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം വരുന്നത് കുൽബർഗ് ആണ്. വാന നിരീക്ഷണം സ്ഥാപിച്ച ബാഹ്മിനി രാജാവ് ഫിറോസ് ഷാ ബാഹ്മിനിയാണ്. ഫിറോസ് ഷാ തോൽപ്പിച്ച വിജയനഗര രാജാവ് ദേവരായൻ ആണ്. ബാഹ്മിനി സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനിയായ മന്ത്രി മുഹമ്മദ് ഗവാനാണ്. ബാഹ്മിനി സാമ്രാജ്യത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഭരണാധികാരി കലിമുള്ളയാണ്. ബാഹ്മിനി സാമ്രാജ്യം സ്വാതന്ത്ര്യം നേടാൻ ഇടയാക്കിയ യുദ്ധം ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526. രണ്ടാം അരിസ്റ്റോട്ടിൽ എന്നറിയപ്പെടുന്ന ബാഹ്മിനി വംശത്തിലെ സുൽത്താനാണ് മുഹമ്മദ് ഷാ രണ്ടാമൻ. അടുത്തത് വരുന്നത് വിജയനഗര സാമ്രാജ്യമാണ്. 1336 മുതൽ 1646 വരെ. വിജയനഗര സാമ്രാജ്യ സ്ഥാപകൻ ഹരിഹരൻ ബുക്കറാണ്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമായ വർഷം AD 1336 ആണ്. ഹരിഹരനെയും ബുക്കനെയും സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിച്ച സന്യാസി വിദ്യാരണ്യൻ. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഹംപിയാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണഭാഷ തെലുഗാണ്. വിജയനഗരം ഭരിച്ച പ്രധാന 4 രാജവംശമാണ് സംഗമ, സാലുവ, തുളുവ, അരവിഡു.